അങ്ങനെ ക്രിസ്മസിന്റെ ആഘോഷം ദാ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഗൈസ് താങ്ക് യു സോ മച്ച്. കോമഡി മാസ്റ്റേഴ്സിന്റെ ക്രിസ്മസ് ആഘോഷം ദാ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് കിടക്കാം. എനിക്കൊന്ന് ശ്വേത ചേച്ചിയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. ശ്വേത ചേച്ചി, എന്താണ് ക്രിസ്മസ് വിശേഷങ്ങൾ? ക്രിസ്മസ് ആയി കഴിയുമ്പോഴേക്കും എന്തൊക്കെയാണ് ഓർമ്മകൾ വരുന്നത്? ഒരുപാട് ഓർമ്മകളുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ എനിക്ക് തോന്നുന്നു ഡിസംബർ 1 തൊട്ടിട്ട് തന്നെ ആ ക്രിസ്മസ് മൂഡ് തുടങ്ങും. യുനോ ആൻഡ് ക്രിസ്മസ് ട്രീ, പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യുക, പിന്നെ ഒരു എക്സാക്ട്ലി ഒരാഴ്ച മുമ്പേ എന്താ പറയുക ഗിഫ്റ്റ്സ് എല്ലാം വന്ന് വെക്കാൻ തുടങ്ങും. ആൻഡ് ഈ പ്രാവശ്യം ഐ തിങ്ക് നമ്മൾ എവിടെയെങ്കിലും ഹോളിഡേക്ക് പോകാനാണ് തീരുമാനിച്ചത്. ഓക്കെ, സൂപ്പർ. ഫിംഗേഴ്സ് ക്രോസ്. ഞങ്ങളുണ്ടോ? നിങ്ങളില്ല. ശരി, നമുക്കൊന്ന് കാസർഗോഡ് വരെ പോയിട്ട് വരാം. കാസർഗോഡ് ക്രിസ്മസ് ആഘോഷങ്ങൾ. ഞാൻ ആക്ച്വലി എന്റെ ചെറുപ്പത്തിലൊക്കെ ആകെ ഉള്ളത് ഈ ക്രിസ്മസിന് ലീവ് കിട്ടും, പിന്നെ ക്രിസ്മസ് പടങ്ങൾ വരും. അതിന്റെ അപ്പുറം ഒരു ആഘോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് ക്രിസ്മസ് ഇത്ര ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പൊ ക്രിസ്മസ് വരുമ്പോൾ കുറെ ഡ്രസ്സ് ഇടാം, ഇതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ ഇപ്പം ഫാമിലി ആയിട്ട് ഇപ്രാവശ്യം ഇതേപോലെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം. ക്രിസ്മസ് ആയിട്ട് നീ മാലാകര ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇവിടെ ഫ്ലാറ്റിന്റെ മണ്ടേ കയറിക്കോ? അങ്ങനെ വല്ലതും ചെയ്യോ? ഇല്ല ചേട്ടാ. ഇല്ല. ഈ അല്ലെങ്കിൽ വേറെ ഡൗട്ട് വെച്ചോ, ഈ കാസർഗോഡ് ഉണ്ടാക്കുന്ന ഈ ക്രിസ്മസ് പലഹാരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാപ്പി കേക്ക് ഇല്ലേ? കാപ്പി കേക്ക്. കാപ്പി കേക്ക് അല്ല അല്ല, കാപ്പി കളറുള്ള കേക്ക് ഇല്ലേ? ബ്രൗൺ കേക്ക്. ബ്രൗണി അല്ല ചേട്ടാ, സാധാരണ പ്ലം കേക്കിന് അവിടെ കാപ്പി. അതാണ് ഞാൻ പറഞ്ഞ ചേച്ചി, നമ്മൾ പറയുന്ന പല സാധനങ്ങളുടെയും യഥാർത്ഥ പേര് അവരുടെ കണക്കുകൂട്ടിൽ അതല്ല. ഞാൻ പറയണ അങ്ങനെയാണ്, കാപ്പി കേക്ക്. കാപ്പി കേക്ക്. അപ്പൊ എന്തായാലും പ്ലം കേക്ക് ആണ് ഉദ്ദേശിച്ചത്. ഇത് പറഞ്ഞപ്പോഴേ ക്രിസ്മസിന് വന്ന് നമ്മുടെ മുത്തുകളെ നമ്മൾ വെൽക്കം ചെയ്യണ്ടേ? ഹലോ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. മാർഗം കളി ടീമാണ് എത്തിയിരിക്കുന്നത്. ഇവർ MBBS സ്റ്റുഡൻസ് ആണ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻസ്. നിങ്ങളുടെ വിശേഷത്തിലേക്ക് ഞങ്ങൾ വരും. അതിനു മുമ്പ് നമുക്കൊന്ന് തൃശ്ശൂരിലേക്ക് പോടാ. അല്ല, തൃശ്ശൂരല്ലോ, ട്രിവാൻഡ്രം, അടൂർ. എവിടെയാ ആലീസിന്റെ സ്ഥലം? എവിടെയാ? ഞാൻ ശരിക്കും ട്രിവാൻഡ്രം ആണ്. ക്രിസ്മസിന്റെ ആഘോഷം എന്ന് പറയുമ്പോൾ എന്തായാലും ട്രിവാൻഡ്രം ആണ്. പറഞ്ഞോ എന്തായാലും ചേച്ചി ട്രിവാൻഡ്രത്തെ ക്രിസ്മസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അടിപൊളിയാണ്. ഒരു 1-ാം തീയതി ആകുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ ആഘോഷങ്ങൾ തുടങ്ങും. പ്രത്യേകിച്ച് നമ്മുടെ കനകക്കുന്ന് മ്യൂസിയം, ആ റോഡ് അല്ലെങ്കിൽ കനകക്കുന്നില് ഒരു പുൽക്കൂട് ഉണ്ടാക്കിയിടും. എനിക്ക് തോന്നുന്നു ചിലപ്പം കേരളത്തിലെ ഏറ്റവും വലിയ പുൽക്കൂടുകളിൽ ഒന്നായിരിക്കും അത്. ആ കനകക്കുന്ന് മൊത്തത്തിലൊരു പുൽക്കൂടായിരിക്കും. പിന്നെ ക്രിസ്മസിന്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ വൈൻ കട്ടുപിടിക്കാൻ വേണ്ടി പോകുന്നതും വൈൻ കട്ടുപിടിക്കാൻ വേണ്ടി പോയിട്ട് വൈൻ ഇട്ട് വെച്ചിരുന്ന കുപ്പിയെല്ലാം തട്ടിപ്പൊട്ടി വീട്ടിൽ വന്ന ആൾക്കാർക്ക് വൈൻ കൊടുക്കാൻ പറ്റാണ്ട് പറ്റത്തില്ല, പക്ഷെ വീട്ടിലിടും. സൂപ്പർ. അഖിൽ, എന്നാണ് ഓർമ്മകൾ? അല്ല, എനിക്ക് ക്രിസ്മസ് ഓർമ്മകളെന്ന് വെച്ചാൽ പ്രോഗ്രാംസ് കാണും. പിന്നെ ചേട്ടന് ക്രിസ്മസ് രാത്രി ഒന്നും ഓർമ്മ ഉണ്ടാവാറില്ല. അല്ല, ഇതുവരെ പറഞ്ഞിട്ട് ഈ ക്രിസ്മസ് തന്നെ ഇപ്പൊ ആലീസ് പറഞ്ഞ തന്നെയാണ് എന്റെയും ക്രിസ്മസ്. ഇതൊക്കെയും പിന്നെ ചിലപ്പോൾ ട്രിവാൻഡ്രത്തോടെയും ഷോ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകും, ഇല്ലെങ്കിലും രാത്രി എവിടെയെങ്കിലും ഒക്കെ പോകും. ഒരു കാര്യം പറയാൻ മറന്നുപോയി, രാത്രി പാതിരാ കുർബാന. പാളയം പള്ളിയില് അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ തുടങ്ങിയാലോ പരിപാടി? തുടങ്ങട്ടെ. അയ്യോ, ചന്ദ്രനായി. അയ്യോ അതിലത് പിടിക്കില്ല, അതൊക്കെ പൊളിഞ്ഞു വീഴും. നമ്മൾ റെഡിയാക്കി വെച്ച സാധനം. ചന്ദ്രണ്ണ ചൂടിലാട്ടാ. നീ എന്റെ നാട്ടുകാരനാണ്. എന്തോടെ പരിപാടി ഇവിടെ? നമ്മള് ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് ആഘോഷം ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് ചാക്കിനകത്തിടാനാണ് ഇത്രയും വലിയൊരു ചാനലിന്റെ ക്യാമറ കൊണ്ട് വെച്ചേക്കുന്നത്. ഞങ്ങള് ക്രിസ്മസ് ആഘോഷം ഇവിടെ മൊത്തം. ആര് പറഞ്ഞത്? ഇവിടെ ഇപ്പൊ പരിപാടി നടത്താൻ ആര് പറഞ്ഞു? ഞങ്ങളുടെ ഷോ ഡയറക്ടർ വിളി. അനുജേട്ടാ, ചുമ്മാ പറയുമ്പോ അപ്പഴേ വിളിക്കൂ. ഷോ ഡയറക്ടർ വിളിക്കാൻ പറഞ്ഞു. പറഞ്ഞെന്നും പറഞ്ഞ ഉടനെ വിളിക്കണോ? അല്ല, പുള്ളി പറഞ്ഞിട്ടല്ലേ ഇതല്ലേ, പുള്ളിയല്ലേ സെറ്റ് ചെയ്തേക്കണേ. സെറ്റ് ഇത് ആരാടെ ചോദിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മെയിൻ ആരാണ്? നിങ്ങളുടെ മെയിൻ ആരാണ്? പറ. ചിലപ്പോ ഞാൻ തിരുവനന്തപുരത്താണ്, എനിക്ക് സ്വാതന്ത്ര്യം എന്നൊക്കെ വരുള്ളൂ. എന്ത് നിങ്ങൾ അങ്ങോട്ട് മാറിക്കണം. ഇതാണ് ശ്വേത ചേച്ചി. ആരെന്ന് പറഞ്ഞത്? ഇല്ലല്ല, ഇത് ടെക്സ്റ്റൈൽസിൽ വെച്ചേക്കണ ഫ്ലെക്സ്. ചേച്ചി ഇല്ലാതെ ഇവിടെ തുടങ്ങണ്ട. ചേച്ചിയുടെ ഭയങ്കര ആരാധകനാണ് ഞാൻ. ചന്ദ്രണ്ണ, ഇതാണ് ശ്വേതാ മേനോൻ. തൊടല് ചേച്ചി ഇതല്ല. ഇതാണ് ശ്വേത ചേച്ചി. അല്ലെന്നേ, ഞാൻ വയറ്റില് നിന്നപ്പോ കണ്ട് ചേച്ചീന. എവിടേക്കുന്നു? ക്രീം ബന്ന് നിന്നോണ്ടിരിക്കണ്. എവിടെ? അവിടെ വയറ്റിലെ ജംഗ്ഷനില്. എന്നെ കണ്ടപ്പോ എന്നെ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച്. അപ്പൊ ഞാൻ ഉറപ്പിച്ച് ചേച്ചി. പ്രശ്നം എനിക്ക് ഞാൻ
സ്ത്രീകളുടെ അടുത്തൊന്നും പോകില്ല. അന്യ സ്ത്രീകളുടെ അടുത്തൊന്നും പോകില്ല. ഞാൻ ചേച്ചിയെ കൊണ്ടു. ഇയാള് എന്റെ അണ്ണൻ നിങ്ങൾ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇതാണ് നിങ്ങൾ വേറൊരു കാര്യമുണ്ട്. സുന്ദരികളെ കാണിച്ച് മയക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല. പക്ഷേ ചേട്ടാ ഒന്ന് നോക്ക് മുഖത്ത് പിന്നെ നോക്ക്. ഇതല്ലെങ്കിൽ പിന്നെ ആര് ശ്വേത ചേച്ചി? ആ ചുമ്മാ പറയുവാ. അല്ലല്ല, ചേച്ചിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചിനെ ഞാൻ ആട്ടോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആട്ടോക്കോല് 30 രൂപ ഞാൻ ഇപ്പൊ വിളിക്കാം. ഹോട്ടലിൽ പറഞ്ഞ ഏത് ശ്വേത വരും? ചുമ്മാ എന്തൊക്കെയോ പറയാ. ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിളിക്കട്ടെ? വിളിക്ക് കാണട്ടെ കാണട്ടെ. ചേച്ചി ഒന്നിങ്ങോട്ട് വായിച്ച് നല്ലൊരു പഞ്ച് മ്യൂസിക് ഇട്ട് കൊടുക്കണേ ചേച്ചിക്ക്. അയ്യോ അതാര്? കാറ്റ് പോയ ഞാൻ. എന്റെ ചേച്ചി തിരുപ്പൂല ഉണങ്ങിയതാണ്, എന്നാലും കുഴപ്പമില്ല. എന്റെ ചേച്ചിയാണ്. കുറച്ച് ചേച്ചിയുടെ face. ചേച്ചി പക്ഷെ ഓജസ്സും തേജസ്സും ഉള്ള രണ്ട് ശ്വേത. ആരാന്ന്? കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ. താങ്ക് യു സോ മച്ച്. ദേവിക. സൂപ്പർ. ദേവിക ഹായ്, വെൽക്കം ടു കോമഡി മാസ്റ്റർ. ദേവികന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഭയങ്കരമായിട്ട് ശ്വേത ചേച്ചിനെ പോലെ തന്നെ ഒരുങ്ങിയിരിക്കുവായിരുന്നു. ആൻഡ് അതിന്റെ താഴെ ശ്വേത ചേച്ചി കമന്റ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ ശ്വേത ചേച്ചിനെ അല്ല പറയുന്നത്, പഴയ ശ്വേത ചേച്ചി. ഗോവിന്ദ കഴിഞ്ഞ് പിന്നെ എവിടെ പോയി? അല്ല, രതി നിർവേദത്തിന്റെ നല്ലൊരു ലുക്കാണ് ദേവിക ചെയ്തത്. ആൻഡ് ഷീ ലുക്ക് സോ ബ്യൂട്ടിഫുൾ, ബെറ്റർ ദാൻ മീ. കമന്റ് സത്യം, യു ലുക്ക് ബെറ്റർ ദാൻ മീ. നമുക്കതൊന്ന് കണ്ടാലോ ശ്വേത ചേച്ചി? നമുക്കതൊന്ന് കാണാം. യെസ്. ഹലോ ഗൈസ്, എനിക്ക് കുറെ ആൾക്കാർ പേഴ്സണൽ ആയിട്ടും DM ആയിട്ടും പറഞ്ഞ ഒറ്റ കാര്യമാണ് ചേച്ചിനെ കാണാൻ ശ്വേതാമേനോനെ പോലെ. അപ്പൊ അത് സത്യമാണോ കള്ളമാണോ എന്ന് ഇന്ന് തെളിയിക്കാൻ പോവുകയാണ്. അപ്പോ ഈ ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമന്റ് ചെയ്യണം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ശ്വേതാമേനിന്റെ ആ ലുക്ക്. നിങ്ങൾക്കത് കാണാൻ പറ്റുമല്ലോ. ശ്വേതാമേന്റെ ലുക്കില്ലേ? ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നും ഈ മസ്കാരയൊക്കെ ഇടുന്നത്. അതെ, ഇതിനകത്ത് ലിപ്സ്റ്റിക് അങ്ങനെ ഇടുന്നില്ല ആരും, ശ്വേതാമേനോൻ. ബട്ട് ഞാൻ എന്തോ ഇട്ടതിൽ കുറച്ച് കൂടിപ്പോയത് തൊട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അയ്യോ, ഒരു ചമ്മനോട് തൊട്ടാൽ മതി. എന്നിട്ട് ബ്ലൗസിലിടാം, അല്ല സെറ്റ് സാരി എടുക്കാം. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി എനിക്കാരും തെറ്റിപ്പോയത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഏത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇത്ര അടിപൊളിയായിട്ട് ചെയ്ത് കൊച്ചിനാണ് 30 രൂപ ഹോട്ടലിൽ കൊണ്ടുവന്നത്. ദേവിക കുട്ടി എന്താ ചെയ്യണേ? ഞാൻ +1 പഠിക്കുന്നു. എവിടെ? ഞാൻ കട്ടപ്പനയിൽ ഇടുക്കി. ആണോ? ഓക്കെ, എന്തായാലും God bless you. അയ്യടാ. പക്ഷേ വീഡിയോ ചെയ്യുമ്പോ എന്താ ആക്റ്റീവാ, എന്തെല്ലാം പറയുന്നു. ശ്വേതാമോന് ശരിയായെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ ഇവിടെ വന്ന് ശ്വേത ചേച്ചി കണ്ടതും അറിയോ, ദേവിക ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു മൊമെന്റ്. ഞാനൊരു റീൽ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം ടാഗ് ചെയ്യുന്ന പിറ്റേ ദിവസം കണ്ടത്. ഞാൻ ഹീൽസ് ഇട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പം ശ്വേതാമേനോണ്ട് എന്താ അച്ചൂടാ, യോ മോ ബ്യൂട്ടിഫുൾ, 3 തീ 3 ഹേർട്ട് 3 ലവ്. ഞാൻ എല്ലാവരും പറഞ്ഞു നടക്കുമായിരുന്നു. ഇതുവരെയായിട്ടും എന്റെ കിളി പോയിട്ടില്ല. അല്ല, കിളി പോയി തിരിച്ചു വന്നിട്ടില്ല. അവളെ ദേവിക വീട്ടിലായിരിക്കാ ഉള്ളേ? വീട്ടിലെ അച്ഛൻ, അമ്മ, ഞങ്ങള് 3 പേരും. ഞങ്ങൾ 3 പേരും സിസ്റ്റേഴ്സ്. സിസ്റ്റേഴ്സ് ആണ്. സിസ്റ്റേഴ്സും ശ്വേത ചേച്ചിനെ പോലെ ഇരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. Anyways, so happy to see you guys together. ഇങ്ങനെ And Merry Christmas, Devika. And God bless you. May your 2026 be very, very, very fruitful. God bless you. അങ്ങനെ ചാക്ക് ചന്ദ്രണ്ണന്റെ ഒരു സംരംഭം വിജയിച്ചു. കൊണ്ടുപോട്ടെ, ആട്ടോക്കോല് 30 രൂപ എന്നെങ്കിൽ കൊണ്ടങ്ങ് പോകാം. തിരിച്ച് കാറി കൊണ്ടുപോകണം. കൊച്ചിന് ഓട്ടോയെ കൊണ്ടുപോകുന്നു. ഇനിയിപ്പോ സെലിബ്രിറ്റി ആണ് ഞങ്ങളുടെ കൊച്ച്. ഒരു കാര്യം ചെയ്യ്, നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കണ്ടിട്ട് മെല്ലെ പോയാൽ മതി. ഓക്കെ ഓക്കെ, അങ്ങനെ ചിരിക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് സ്കിറ്റ് ഉണ്ടല്ലോ മക്കളെ. ഓക്കെ, കാണാം.
അമ്പളിക്കുട്ടൻ ആരെങ്കിലും കണ്ട അമ്പളിക്കുട്ടനാ അതിനെ കാണാതിരിക്കാനാണ് നല്ലത്. ഒരാഴ്ചയായിട്ട് ഇതും കെട്ടിച്ചോണ്ട് നിൽക്കുകയാണ്. കരോളിന് പോണോന്ന് പറഞ്ഞിട്ട് അവനെ കാണാനില്ല. അമ്പളിക്കുട്ടാ, ഹലോ, ആർക്കെ ഡെന്റൽ ഹോസ്പിറ്റൽ അല്ലേ? അതെ, ഫ്രണ്ടിലത്തെ വരിയിൽ ഒരു 7 പല്ല് വയ്ക്കുന്നതിന് എത്ര രൂപയാവും? ഹോൾഡ് ചെയ്യാൻ നോക്കിട്ട് പറഞ്ഞാ. ആർക്കടാ ഫ്രണ്ടില് പല്ല്? എനിക്കാണ്. നിനക്കാ? നിനക്ക് വല്ലൊന്നും പോയിട്ടില്ലല്ലോ. അല്ലെന്ന് ഇന്ന് രാത്രി ലേഡീസ് ഹോസ്റ്റലിൽ അവിടെ ഞാൻ നിന്ന്. അപ്പൊ ഒരു വനിതാ പോലീസ് ഒന്ന് ചോദിക്കണം, എന്താ അവിടെ നിൽക്കുന്നത്, ഇടി വേണോടാന്ന്. നീ എന്ത് പറഞ്ഞു? നമ്മൾ ഇടി വേണ്ട ഒരു ഉമ്മ എന്നാ മതിയെന്ന്. അങ്ങോട്ട് എല്ലാം പറഞ്ഞേക്കുവാ. ഒരു കാര്യം 32 പല്ലും പറ. കയ്യിൽ നിൽക്കൂലേ? ഇല്ല. അതെ, കുറച്ച് പല്ല് കൂടുതൽ വേണ്ടി വരും കേട്ടോ. നിങ്ങൾ കണക്കൂട്ടി വെച്ചാൽ ഞാൻ വിളിക്കാം. എന്തോന്നടാ കഷ്ടം. ഞാൻ രാവിലെ മുതലേ കാണുന്ന ആൾക്കാരെല്ലാം എന്നെ കളിയാക്കുന്നു. ഞാൻ ഡിപ്രഷൻ അടിച്ച് നിൽക്കുകയാണ്. ഡിപ്രഷൻ അടിച്ച് നിൽക്കുകയാണ്. ഒരു ബഗ് എനിക്കൂടെ ഒഴിയണ്ണ. എന്തെന്ന് ഇപ്പൊ പറഞ്ഞ ഡിപ്രഷനാ എന്താണെന്ന് മനസ്സിലായ? വിദേശ മന്തിയല്ലേ? നീ എവിടെയാണ് പോയിരുന്നത്? എവിടെ തെണ്ടിത്തിരിയാൻ പോയിരുന്നടാ? തെണ്ടിത്തിരിയാൻ പോയാ അണ്ണാ? ഇവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിന്റെ പ്രൊഡ്യൂസർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ മഞ്ഞൊക്കെ വേണോന്ന് പറഞ്ഞു. മഞ്ഞ്? അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് മഞ്ഞൊന്നും വേണ്ട, ഒറിജിനൽ മഞ്ഞ് തന്നെ കൊണ്ടുവരാന്ന്. അതുകൊണ്ട് അങ്ങനെ ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്ത് ജമ്മു കാശ്മീരിൽ പോയി. മഞ്ഞുണ്ടാക്കാനാ? ഇതിന് ചാക്കിൽ മഞ്ഞൊക്കെ വാരി നമ്മളെ ഈ പെട്ടിയൊക്കെ വയ്ക്കത്തില്ലേ ട്രെയിനിന്റെ മേളിൽ, അവിടെ ഇങ്ങനെ വെച്ചിരുന്നു ഒറിജിനൽ മഞ്ഞ്. എന്നിട്ട് യാത്രക്കാരുടെ മേലിൽ കൂടെ വെള്ളം കോരി ഒഴിച്ചെന്ന് പറഞ്ഞപ്പോ കേസ് ഡൽഹിയിൽ നടക്കുക. ഡൽഹിയിലൊക്കെ പോകുന്നുണ്ടോ? ഡൽഹിക്ക് പോകുന്നുണ്ടോ, ഉരുളക്കിഴങ്ങ് ഉരുളുന്നുണ്ടോ അതൊന്നും എനിക്കറിഞ്ഞൂടെ. കേസുണ്ട്. ഞാൻ ചോദിച്ചു എന്നെ വേണം അടിക്കാൻ വേണ്ടി. അതല്ല, ഞാൻ വന്നപ്പോ മുതൽ ഇവിടെ വല്ലാത്തൊരു സെറ്റപ്പ് തന്നെ. ഇന്ന് എന്നെ കരോള് പോണത്. ഇതാരാണ് ഈ വണ്ടി കയറി ഓടുന്നത്? ഗ്രൂമർ രതീഷ് കല്ലറ. ഈ സ്കിറ്റിന്റെ റിഹേഴ്സലേക്ക് ഒളിച്ചിരിക്കുക, അത് നോക്കാൻ വേണ്ടി പോകുന്നതാ സാറേ. അതിനായിരുന്ന വേറൊരു കാര്യമുണ്ട്. കൃത്യസമയത്ത് വൈകുന്നേരം ചേച്ചിക്ക് ഒരു കട്ടൻ ചായ പതിവാണ്. ഞാൻ കൊടുത്തു ബ്ലാക്ക് ടീ. അയ്യോ, ഞാൻ ബ്ലാക്ക് ടീ കൊടുത്തു ചേച്ചിക്ക്. അതിന്റെ കൂടെ എന്തെങ്കിലും കൊടുത്തായിരുന്നു? കൊടുത്തല്ലോ. എന്തോന്ന് കൊടുത്തു? കപ്പ് സോസറും. അതെന്തിന്? അത് കൊടുക്കണ്ടേ പിന്നെ? എടാ, പിന്നെ ഇത്തിരി നാരങ്ങ അച്ചാറും കൂടെ കൊടുക്കാത്തത്. അതിന് മുക്കി തിന്നട്ടായിരുന്നല്ല. ആഹാരം എന്തെങ്കിലും കൊടുക്കാനല്ലടാ പറഞ്ഞത്. അതെങ്ങനെ രാവിലെ വന്നു കഴിഞ്ഞാൽ അവന്റെ കാര്യം മാത്രമേ അവൻ നോക്കുള്ളൂ. അവൻ ആഹാരം കഴിക്കണം എപ്പോഴും. അതിനൊരു കാര്യമുണ്ടെന്ന്. ഞാൻ ഇന്നലെ ഒരു വക കഴിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ ഞാനും എന്റെ അമ്മയും കൂടെ വഴക്ക് കൂടി. എന്നിട്ട് ഞാൻ ഒന്നും കഴിക്കാതെ കിടന്നത്. രാത്രിയായപ്പോ വയറും ഇങ്ങനെ കാലിയായിട്ട് വിളിയോട് വിളി. വയറ്റിൽ ആഹാരം ഇല്ലെങ്കിൽ ഗ്യാസ് കയറി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതല്ലെന്ന്, അമ്മ ചോറുണ്ടാമെന്ന് നടന്ന് വിളിയോട് വിളിയെന്ന്. എന്നിട്ട് നീ ചോറ് കഴിച്ചാ? എന്നിട്ട് ഞാൻ ചോറ് കഴിച്ചു. ഞാൻ ആലോചിക്കുന്ന നിന്റെ അനിയനെ ഇവിടെ കൊണ്ടുവന്ന മതിയായിരുന്നു. അവനെ കൊണ്ടുവന്ന് നോക്കൂല. അവനെ അമ്മ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കിയ? ഇല്ല, അവൻ ഇവിടെ കൊണ്ടുവന്ന ഞാൻ ശരിയാവത്തില്ല. അത് അതെന്ത് പറ്റിയ കാര്യം? അവന് ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ട്. നിനക്ക് പിന്നെ പല്ലുവേദനയാണ്. അതല്ല, എനിക്ക് പനിയും ജലദോഷമോ. പല്ലുവേദനല്ല. അങ്ങനെ പനിയും ജലദോഷം വരാതിരിക്കും? ഈ നാട് മൊത്തം തെണ്ടി അടക്കല്ലേ? ആര് തെണ്ടി കിടന്ന്? നീ അല്ലടാ. പറയരുത്, തെണ്ടി കിടന്നല്ല. ഞാൻ വോട്ട് ചോദിക്കാൻ വേണ്ടി പോയല്ലേ. വോട്ട് പിടിക്കാനാ? നീ എന്തിനാ അവരെ കൂടെ പോയി? അണ്ണൻ കാര്യമൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി ഞാനാണ്. ഇത്രയും ഗതികെട്ട പഞ്ചായത്ത് വേറൊരിടത്തും കാണത്തില്ല. ഞാൻ ജയിച്ച ആ പഞ്ചായത്ത് ആ ഭൂപടത്തിന് അങ്ങ് മായി. അതൊന്നും പറയണ്ട. അങ്ങനെ മഴ നനഞ്ഞാണ്. മഴ നനഞ്ഞ കൊടയും മുടക്കി ഇങ്ങനെ കഷ്ടത്ത് വെച്ചിട്ട് ഞാൻ മഴ നനഞ്ഞോണ്ട് കിടന്നു. എടാ, മഴ വന്നപ്പോ കൊട നിവർത്തിയാ പോരായിരുന്ന? അണ്ണ ഇത് എന്തോ പറഞ്ഞിട്ടേ പറയുന്നത്? എന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കൊടയാണ്. അയ്യോ, ഞാൻ ഈ കൊടയും നൂത്തുപിടിച്ചോണ്ട് നടന്ന അവന് പ്രൊമോഷൻ ആവത്തില്ലേ? അവൻ ജയിക്കത്തില്ലേ? എന്നിട്ട് ഞാൻ ആശുപത്രി പോയി. ആശുപത്രി പോയപ്പോ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, വിരലില് പനിയാന്ന് പറഞ്ഞു. വിരലില് പനി? അതെന്തോന്ന് പനി? എഴുതി തന്നായിരുന്നു, വിരൽ ഫീവർ. വൈറൽ ഫീവർ. ഗുളികെല്ലാം വാങ്ങിച്ച് കഴിക്കടാ. ഗുളിയുണ്ട്. അല്ല, വീട്ടിൽ പോയിട്ടേ കഴിക്കാൻ പറ്റൂ. ഈ ഗുളിയുടെ 2 സൈഡും കട്ട് ചെയ്തിട്ടേ കഴിക്കാൻ പറ്റൂ. അതെന്തിനാ ഗുളിയുടെ 2 സൈഡും കട്ട് ചെയ്യണത്? ഇല്ലെങ്കിൽ സൈഡ് എഫക്ട് വരും. ഞാൻ ചോദിക്കണ്ടായിരുന്നു, ഞാൻ ചോദിച്ചു വാങ്ങുന്നതാണ്. എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ നീ എല്ലാരും മുമ്പിൽ എന്നെ നാണം കെടുത്താൻ വേണ്ടി ഇതൊക്കെ കെട്ടിയിരിക്കുന്നത്. അണ്ണൻ അറിഞ്ഞൂടാത്തോണ്ടാണ്. അണ്ണൻ ഇതൊക്കെ കെട്ടിയിരിക്കുമ്പോൾ ഷാരൂഖ് ഖാന്റെ ഒരു ഫിഗർ ഉണ്ട്. എനിക്ക് ഷാരൂഖ് ഖാന്റെ ഫിഗർ ഒന്നും നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എനിക്കറിയാം നീ എന്നെ കളിയാക്കുകയാണെന്ന്. നീ ഷാരൂഖ് ഖാന്റെ സിനിമ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? പിന്നെ ഷാരൂഖ് ഖാൻ ഒരു കിടിലൻ പടം ഉണ്ടായിരുന്നില്ലേ, പത്താൻ. ഈ ഇടയ്ക്ക് ഇറങ്ങിയത് ഞാൻ അതിന് പോയി, പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. അത് ശരി. ഓ, പക്ഷെ കിടിലൻ പടം കേട്ടോ. പടം കാണാതെ എങ്ങനെയാ കിടിലൻ പടം എന്ന് പറയണത്? അതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. എനിക്ക് പത്താന് ടിക്കറ്റ് കിട്ടിയില്ലല്ലോ. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് സൂര്യയുടെ 5ാം സിനിമ 2 വട്ടം ഇട്ട് കണ്ടു. ഈ പത്താന്റെ 2ാം ഭാഗം ഇറങ്ങുന്നു പറയുന്നത്. 11 ഡയറക്ടർ ആര്? ഏതോ ഒരു ഉണ്ണിത്താൻ. ഓ, അത് ശരി. അതിന്റെ കഥയൊക്കെ പുള്ളി തന്നെ താൻ. പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. എന്തോന്ന്? എന്തിന്? പ്രൊഡ്യൂസറെ കണ്ടെത്താൻ. പിന്നെ അതിനകത്ത് കിടിലൊരു വേഷം ഉണ്ട് ചെയ്യുന്ന. ഏത് വേഷോടെ? കപ്പിത്താൻ. നല്ല പ്രാസക്കാണ്. ഞാനും ഒന്നും കൂടെ പറയാം. 500 കൊള്ളാം, നല്ല രസമുണ്ട്. ബാക്കി പറ. വേണ്ട, നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം. ഇല്ല, ചെറുക്കയില്ലേ, അതിനകത്തൊക്കെ കയറി പിടിക്കും. പിന്നെ നമ്മളെ സ്കിറ്റ് ചവിട്ടി വലിച്ചോ വയറ്റിലവരെ കൊണ്ടു. അനുഭവങ്ങൾ ഉണ്ടത്രേ. പിന്നെ ഇവിടെ നിന്ന് പുഴുങ്ങിയവർ അതിലേറെ ഉണ്ടത്രേ.
എന്നാലും പോട്ടെ, അത് വിളിക്കാം. പിന്നെ ഒരു കാര്യം, കരോളായ പാട്ടൊക്കെ വേണം. കരവളപ്പര വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് പേരൂടെ തന്നെ പാടിയിട്ട് പോവാം. സ്ഥലത്തിന്റെ പേര് പറഞ്ഞല്ല, ക്രിസ്മസ് കരോളായ പാട്ടൊക്കെ വേണമെന്ന്. പാട്ടൊക്കെ ഉണ്ടെന്ന് നിനക്ക് പാട്ട് വല്ലതും അറിയാമോ? അറിയാമെന്ന എനിക്ക് 20 ദിവസം റൂം എടുത്തെന്ന് 25,000 രൂപ തന്നിട്ട് ഇതിന്റെ പ്രൊഡ്യൂസർ അനൂപ് സാർ എന്നെ കൊണ്ട് പാട്ട് ചെയ്യിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം വലുതെന്തോ വരാൻ വേണ്ടി ഇരുന്ന് അത് വിട്. ആ പാട്ടെങ്കിൽ കേക്കട്ടെ. കിടിലം പാട്ടാണ്. 20 ദിവസം നിനക്ക് റൂമിൽ കിടന്ന് എഴുതിയ പാട്ട് കേക്കട്ടെ. സാറ് പറഞ്ഞു പ്രത്യേകം പറഞ്ഞു ഇംഗ്ലീഷ് ഒക്കെ മിക്സ് ചെയ്ത് കയറ്റിക്കോണേ. കേട്ടാ എന്താ കാര്യം ഉണ്ടെന്നോ കേട്ടോ. കേക്കാം. നമ്മള് കൂടെ വരണല്ലേ. 1 2 3 4 യേശുവേ യേശുനാഥനെ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് 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 ഹാപ്പി ഹാപ്പി ക്രിസ്മസ് 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 ക്രിസ്മസ്. ഇത് പാട്ട് ചെറിയ കല്ലൊക്കെ ഉണ്ട്, നീക്കണം. കേൾക്കുന്നൊരു വാരി എറിഞ്ഞോളൂ. കേൾക്കുന്നൊരു വാരി എറിഞ്ഞോളൂ. ഇനി ഇതിന്റെ അടുത്ത വരിയുണ്ട്. ആ അടുത്ത വരിയാണ് ഇതിന്റെ ട്രാക്ക് മാറുന്നത്. എന്നാ അതൊന്ന് കേക്കട്ടെ. ട്രാക്ക് മാറുന്നു കേക്കട്ടെ. മാറും. ട്രാക്ക് മാറുമോ? അല്ല, ഇവിടെ എല്ലാരും മാറും. എടാ പരമ കഷ്ടം. പോവാം നമുക്ക്. പിന്നെ വേറെ പ്രശ്നമുണ്ട്. ഇതൊക്കെ എന്താ ഇതാ അത് നേരത്തെ ചോദിക്കണ്ടേ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവൾ അങ്ങ് പുൽക്കൂട്ടി കിടന്നൊരു ഉണ്ണി യേശു എനിക്ക് സമ്മാനം തന്നു. ഏതോ പുൽക്കൂട്ടിന്ന് മോട്ടിച്ചിട്ട് സമ്മാനം തന്നു. ഇതെന്താണെന്ന് നിനക്കറിയാമോ? അമ്മളിക്കുട്ടനെ അങ്ങനെ വണ്ടണെന്ന് നോക്കണ്ട. ഇതെന്താന്നൊക്കെ അറിയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എന്നാ പിന്നെ പറയാം. എന്തോന്നാ ഇത് സ്വർണത്തിന്റെ നിറത്തിൽ തിളങ്ങുന്ന സാധനം. പോടാ എന്റെ കൈവാക്കുന്നത്. എന്നെ എല്ലാരും കളിയാക്കുന്നത്. എനിക്ക് ഇതിനേക്കാളും ചത്താ മതി. സത്യം, ചത്താ മതി. അതൊക്കെ പറയണ്ട. എല്ലാ പ്രാവശ്യം ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവരും എന്നെ കൊല്ലിക്കാൻ. ചത്താ മതിക്ക് പറഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കരോളിൽ പോവാം. വേറെ പ്രശ്നമുണ്ട്. ഈ സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്ത സാധനങ്ങളാ. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഇവിടെ ഒഴിഞ്ഞൊരു സ്ഥലം വേണം ഇതൊക്കെ വയ്ക്കാൻ. ഇവിടെ ആകെ ഒഴിഞ്ഞ സ്ഥലമുള്ള നിന്റെ തലയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അതിനും ചിരിക്കുന്നു. ആ പോവാം. വാ എന്നാ ഇറങ്ങാം. വരുന്നല്ലേ എല്ലാം. പോവാം. കരോളിൽ പോവാം. അല്ല, അത് ഒരു കാര്യം ചോദിച്ചോട്ടെ അമ്പിളിക്കുട്ട, ഇതെന്തോന്നാണിത്? ഇത് മറ്റേ കരിയിലെ കരടി. കരിയിലെ കരടി. കരിയിലെ കരടിയാ? എന്നിട്ട് ഇത് കരടിയല്ലല്ലോ, പുലിയല്ലേ? ഞാനാ പുലി. ശരിയാണ്. എന്നാ കരിയിലെ പുലി. ആയിക്കോട്ടെ, ഇതിപ്പോ ക്രിസ്മസ് അല്ലേ? ക്രിസ്മസിന് വേണ്ടത് ക്രിസ്മസ് പാപ്പ അല്ലേ? ക്രിസ്മസ് അതെന്തോന്ന്? അപ്പൊ അത് പറഞ്ഞൂടെ? ക്രിസ്മസ് എന്തോന്നാ? അപ്പൊ ഈ ക്രിസ്മസും പൊളിഞ്ഞ്. അല്ല, എനിക്ക് ഓണം മാത്രം അറിയാവോ. അതാണ് ഞാൻ ഇതിനെ ഒരുക്കിക്കൊണ്ട് ഇതിനെ കൊണ്ടുവരാനല്ലേ നിങ്ങൾ പറഞ്ഞത്. ഇതെങ്ങനെ ശരിയാവും? ക്രിസ്മസ് പപ്പയല്ലേ വേണ്ട ക്രിസ്മസിന്? ഇനിയിപ്പോ എന്ത് ചെയ്യണം? എന്നെ നിങ്ങൾ കൂടെ കൊണ്ടുപോകൂലേ? എവിടെ ഞങ്ങൾ എന്തൊരു ക്രിസ്മസ് പപ്പയെ കൊണ്ടുപോകാതെ ഈ കരിയിലേം കൊണ്ടുപോകുന്നു? നാണം കെടുത്താൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണത്? അണ്ണ വിഷമിക്കണ്ട. എന്തായാലും ഇനി ഇപ്പൊ 8 മാസം കഴിഞ്ഞാൽ ഓണം വരുമല്ലോ. അതുകൊണ്ട് അതുവരെ അണ്ണ ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ? എന്തായാലും പറ്റിയില്ലേ? ഇനിയിപ്പോ ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോട്ട്. എങ്ങനെ പോട്ടെന്ന്? ഇനിയിപ്പോ ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോട്ടെന്ന്. ഇങ്ങനല്ല, അണ്ണ അണ്ണ പാതിര കുർബാനൊക്കെ കഴിഞ്ഞു ഒരു പ്ലം കേക്ക് എടുത്ത് ഒരു മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് അത് മുറിച്ച് വലത് കയ്യില് ഒരു പീസ് കേക്കും ഇടത് കയ്യില് രാത്രി ആ വന്ന വൈൻ കുടിക്കുമ്പോൾ ഒരു ഇമോഷൻ ഉണ്ടല്ലോ ചേച്ചി, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ ആ ഒരു ഇമോഷൻ ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വൈൻ കുടിക്കാൻ ഒരു സ്ഥലത്ത് പോയി കുടിച്ചു. എന്റെ അമ്മ അസാധ്യമാണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇപ്പഴാലോചിക്കുമ്പോൾ നാവില് കൊതി വരുന്നുണ്ട്. അപ്പൊ ആ വൈനിന്റെ ആൾക്കാരെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് ഒരുമിച്ച് വൈൻ അടിക്കാം. അപ്പൊ ആ കോമഡി വൈനും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്ന ആൾക്കാരാണ് രഞ്ജിത്ത്, രഞ്ജീഷ് ആൻഡ് നിമിഷ. അപ്പൊ അഖിലേട്ട ഏത് മൂഡ്? വൈൻ മൂഡ്. വൈൻ മൂഡ്. അപ്പൊ ചേച്ചി വൈൻ മൂഡ് ഓൺ ആയി. ഇനി നമുക്ക് ബാറ്ററി ഓൺ ആവണം. ബാറ്ററി ഓൺ ചെയ്യാവോ? ഓണായി. ഓക്കെ, ബാറ്ററി ഓൺ ആയിട്ടുണ്ട്. സോ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ഹാപ്പി ക്രിസ്മസ്. ഒന്ന് പറയൂ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. സാന്താക്ലോസ് പറയുന്നത് അങ്ങനെയല്ല. സാന്താക്ലോസ് പറയുന്നത് ഹാപ്പി ക്രിസ്മസ്. എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? വിലാസിനി, നീ എന്റെ വേലക്കാരിയാണെങ്കിൽ ഞാൻ എന്റെ മോളെ പോലെയാണ് നിന്നെ കണ്ടിട്ടുള്ളത്. എനിക്കറിയാലോ. അതുകൊണ്ട് അവിടെ പോയി നിൽക്കൂ. ക്രിസ്മസ് സർപ്രൈസ്. എന്തിനാ സാറേ
എങ്ങനെ വെടി വെച്ചത്? ചില അലവലാദികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. 6:30-ക്ക് ശേഷം എനിക്ക് കണ്ണ് കണ്ടുകൂടെന്ന് വിലാസിനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് കണ്ണ് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇവിടെയും വിലാസിനി ഉണ്ട്, അവിടെയും വിലാസിനി ഉണ്ട്. വിലാസിനിക്കറിയാമോ, വെടിവെപ്പെന്ന് പറയുന്നത് എന്റെ ഒരു വീക്ക്നെസ്. എന്റെ അച്ഛനപ്പന്മാരെ കാലം തൊട്ടേ കാട്ടിക്കേറി വെടിവെച്ച് വെടിയിറച്ചി കഴിക്കുന്ന ആൾക്കാരാണ്. കാട്ടു പോവാറുണ്ടോ? ഇന്നില്ലേ, ഞാൻ തോക്കും കൊണ്ട് കാട്ടിക്കേറിയാൽ കിടുകിട വിറയ്ക്കും, മൂത്രം ഒഴിക്കും. ഞാൻ എനിക്ക് ഇരുട്ട് പേടി, അവിടെ മുള്ളമ്പന്തി കൊണ്ട് കുത്തും. ഇന്നലെ വെടിയിറച്ചിന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കറി വെച്ചെന്താ? അത് വേറൊന്നുമല്ല, ഞാൻ തോക്കും കൊണ്ട് ഇന്നലെ ജംഗ്ഷനിൽ കൂടെ പോയപ്പോ ഒരു കോഴിക്കട കണ്ടു. മക്കളെ, ഞാൻ ചാടി കയറി അതിനകത്ത് കയറിയിട്ട് കടപട കുറെ വെടിയൊക്കെ വെച്ച് കുറെ കോഴികൾ ചത്തു വീഴുന്നു. ആ ചത്ത കോഴിയിൽ കുറെ ഞാൻ വീട്ടിൽ കൊണ്ടെടുത്ത് കറി വെച്ച്. നിങ്ങൾക്കറിയാം, കോഴിക്കറിയിൽ മുളവില്ലെങ്കിൽ ഞാൻ സഹിക്കും. ഈ കറിയിലെ എനിക്ക് 3 വെടിയുണ്ട മസ്റ്റാണ്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. വിലാസിനി, നിനക്ക് എന്റെ അപ്പൂപ്പനെ അറിയാമോ? എനിക്ക് എന്റെ അപ്പൂപ്പനെ തന്നെ അറിഞ്ഞൂടാ. അതല്ല, ബ്രിട്ടീഷ് കോടീശ്വരനായ എന്റെ അപ്പൂപ്പൻ ആരെന്നറിയാമോ? പാരഡി കോമഡി എന്നാണ് എന്റെ അപ്പൂപ്പന്റെ പേര്. മിമിക്രിക്കാരനാണല്ലേ? അല്ല പാരഡി കോമഡി എന്ന് പറഞ്ഞു ഞാൻ പുല്ല് എപ്പോഴും നോക്കട്ടെ. അല്ലല്ല, പാട്രിക് ബെനഡിക്ട് പെരേര. Oh my God. ഒരു മുറുക്ക് തിന്ന സുഖം. പറഞ്ഞു വന്നത്, ഈ അപ്പൂപ്പന്റെ ചെറുമകന്റെ ചെറുപഴമാണ് ഞാൻ. ചെറുമകനാണ് ഞാൻ. നിനക്കറിയാമോ, ഈ അപ്പൂപ്പൻ 400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇരിക്കുന്ന പാന കണ്ടോ? ഇതിനകത്ത് വീഞ്ഞിട്ടിട്ടുണ്ട്. വീഞ്ഞോ? ഈ ക്രിസ്മസിന്, അതായത് ഇന്ന് നമ്മൾ ഈ പാന പൊട്ടിക്കുന്നു. ഈ വീഞ്ഞിന് ഭയങ്കര വീര്യമാണ്, വിലമതിക്കാനാവാത്തതാണ് ഈ വീഞ്ഞ്. ഇതിന് ലിറ്ററിന് 1,00,000 രൂപ വരെ വില വരും. ഇതിനകത്തെ 100 ലിറ്റർ ഉണ്ട്. ഇതിന്റെ താക്കോല് പിയാനൊരു അടിയിൽ ഇരിപ്പുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാം. 100 ലിറ്റർ വെടി വയ്ക്കണം. സ്വന്തം ഭാര്യ ഒരു ബംഗ്ലാവിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തേങ്ങ മാങ്ങ കച്ചന് എല്ലാം ഫ്രീ. അവൾ ഓരോന്ന് മോട്ടിച്ച് വെക്കും, ഞാൻ വന്ന് എടുത്തോട്ട് പോകും. ഇനി എന്തെങ്കിലും മോട്ടിച്ച് വെച്ചിരിക്കണോന്ന് ഉറപ്പ് ഷീറ്റ് ഉണ്ടാവണേ ദൈവമേ. എവളെന്താടാ വായുവിനെ തള്ളി മാറ്റണ? വിലാസിനി ഇവിടുത്തെ സാറിന് 100 ലിറ്റർ ഉണ്ട്. 100 നിക്കറൊക്കെ കാണും, പണക്കാരനല്ലേ. 100 നിക്കറൊക്കെ കാണും അങ്ങേരക്ക്. അത് നിങ്ങൾ എടുത്തോണ്ട് പോണം. കണ്ടോന്റെ നിക്കറൊന്നും ഞാൻ ഇടൂല. അത് എടുത്തോണ്ട് പോയി വിൽക്കണം. ഞാൻ നിക്കർ കച്ചവടം നടത്തണോടി നിന്റെ മുതലാളിയില്ലേ? അങ്ങേരൊക്കെ 100 നിക്കറുണ്ടെങ്കിൽ അങ്ങേരൊക്കെ ഉള്ള എനിക്കും തരും. 100 നിക്കറോ? പിന്നെ നീ പറഞ്ഞ അങ്ങേരൊക്കെ 100 നിക്കറുണ്ടെന്ന്. 100 നിക്കറല്ല, പിന്നെ 100 ലിറ്റർ. 100 ലിറ്ററാ? എന്തോന്ന്? അയ്യോ, ഇത് കണ്ടോ? ഇത് കോടിയാണ്, കോടിയാ? ഇവിടുത്തെ ഏതോ ഒരു അപ്പൂപ്പൻ 400 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ വീഞ്ഞാണിത്. അപ്പൊ പഴയ സാധനം. മനുഷ്യ, ഇതിനെ 1 ലിറ്ററിന് 1,00,000 രൂപയാണ്. 1 ലക്ഷം. അതേപോലെ 100 ലിറ്റർ ആണിത്. അങ്ങനെയാണെങ്കിലേ ഇനി നമുക്ക് ചക്കയും മാങ്ങയൊന്നും മോട്ടിക്കണ്ട, ഈ സാധനം അടിച്ചോണ്ട് ഒളിച്ചോടാ. പോണ്. എവിടെ പോണ്? ഒളിച്ചോടണ്ടേ? ഇതും കൊണ്ടല്ലേ ഒളിച്ചോടേണ്ടത്? ഓ പൊട്ടം മനുഷ്യ, ഈ വലിയ പാനയും പിടിച്ചിട്ട് നമുക്ക് ഈ നാട്ടുകാരുടെ മുന്നിൽ കൂടെ ഇങ്ങനെ പോകാൻ പറ്റുമോ? അങ്ങനെ പോണ്ട, ഇതിനൊരു തലയിൽ വെച്ച് നമുക്ക് ഇങ്ങനെ പോയാല. അത് താഴെയിറക്കി വെക്ക്. ഒരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട, ഇതേ കുട്ടിക്കളിയല്ല, ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മളെ ഏരിയ നിൽക്കുന്ന കാര്യമല്ല, ആരെങ്കിലും വിളിച്ചേ പറ്റൂ. അതല്ല ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ മുതലാളി ഉണ്ടല്ലോ, ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സാധനം ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഒന്ന് കളഞ്ഞാലോ? അറക്കല്ല അപ്പോ, ഇത്രയൊക്കെ വേണോ? ചുമ്മാ പറഞ്ഞേ. വേറൊരു പരിപാടി ഉണ്ട്. ഇതിട്ടൊന്ന് കൊടുക്കാം. ഇതിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാ.
താക്കോല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാണിന്റെ മണം. ആ മുതലാളി ഒരാണല്ലേ, അതുകൊണ്ടായിരിക്കും. ഞാൻ ആണല്ല. അല്ല, ഞാൻ ആണാണ്. ഇതല്ല, വേറൊരാണിന്റെ മണം. മര്യാദക്ക് വെളി വന്നോ, ഇല്ലെങ്കിൽ ഇതിനുത്തരം എന്റെ തോക്ക് പറയും. മര്യാദക്ക് വാ, പുറത്ത് വാ. ഞാൻ 1 മുതൽ 10 വരെ എണ്ണം. അതിനു മുമ്പേ എന്റെ ഫ്രണ്ട് വരണം. അയ്യോ, ഫ്രണ്ടിലേക്ക് വരാൻ പറ്റിയ ആളല്ല. 1, 2, 3, 4. ഒന്നും ചെയ്യരുത് സാർ. സാറൊന്നും ചെയ്യല്ലോ. ഞാൻ സദാശിവൻ, വത്സലയുടെ ഭർത്താവാണ്. കാവ്യം താമസിച്ചോണ്ട് വിളിക്കാൻ വന്നതാണ്. കാർ ഉറങ്ങിക്കാണും, അതുകൊണ്ട് അവൾക്ക് പയ്യെ വിളിച്ചോണ്ട് വിളവാരം അങ്ങ് പോവാന്ന് വിചാരിച്ച് ഒന്നും ചെയ്യരുത്. എടാ സദാശിവ, ഇവിടെ ഇവിടെ സദാശിവ, ഇവിടെ സദാശിവ. ഓ, നിനക്കറിയാമോ, അറിഞ്ഞൂടാ. എന്റെ റബ്ബർ എസ്റ്റേറ്റിൽ ഒരു ഏല അനങ്ങിയ ഞാൻ അറിയും. അതാണ് ഈ ആൽഫ്രഡ് വിൽഫ്രഡ് അലൻജോസ് പെരേര. വന്നല്ലോ, മുക്കാലം ഇട്ടല്ലോ, ൊക്കെ പറഞ്ഞല്ലോ. നക്ഷത്രം നമുക്ക് വിൽഫ്രഡ് പെരേര. ആ പേര് മാറ്റി പറയില്ലേ, ഞാൻ കളിച്ചോണ്ടിരിക്കും. സദാശിവ, ഓ ഇങ്ങോട്ട് വാ. എടാ സദാശിവ, ഓ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വിലാസിനിയാ. എടാ സദാശിവ, ഓ, നീ ഇവിടെ വന്ന നന്നായി. നീ എന്റെ കൂടെ ഒരു സഹായിയായിട്ട് നിക്കണം. നിക്കാ സാറേ. വർഷങ്ങൾക്ക് മുമ്പ്, 400 വർഷങ്ങൾക്ക് മുമ്പ്, 400 വർഷങ്ങൾക്ക് മുമ്പ് ഓ, എന്റെ അപ്പൂപ്പൻ ഒരു വീപ്പയില് വീഞ്ഞുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര വിലയാണ്. അതെ. 100 ലിറ്റർ ഉണ്ട്. അതെ. 1 ലിറ്ററിന് 1 ലക്ഷം രൂപയെങ്കിലും ഉണ്ട്. അതെ. വില മതിക്കാൻ പറ്റാത്ത സാധനമാണ്. അത് നമ്മൾ ഇന്ന് എടുക്കണം. ഇത് ഞാനല്ലേ പറയണ്ടേ? ഞാനാ പറഞ്ഞ. അയ്യോ, ഇപ്പുറത്തോ. ഇപ്പൊ ശരിയായ. ഇപ്പൊ സംഭവം മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിത് എടുക്കണം. നീ ഒരു കാര്യം ചെയ്യ, ആ മേശപ്പുറത്ത് താക്കോലിരിപ്പുണ്ട്, എടുത്തിട്ട് വാ. ഞാൻ എടുത്തിട്ട് വരാം മുതലാളി. വിലാസിനി, നിനക്ക് അടുത്ത മാസം മുതൽ ഞാൻ ശമ്പളം കൂട്ടിത്തരും. അത് മാത്രമല്ല, ഈ ക്രിസ്മസ് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. അത് മാത്രമല്ല, ഈ വീഞ്ഞ് നമ്മൾ ഒരുമിച്ച് കുടിക്കുന്നു. സദാശിവ, ഓ, മാറങ്ങോട്ട്. എന്തോന്നേ സംഭവം അങ്ങനെ മനസ്സിലായില്ല. നമ്മൾ തലയിൽ അടിക്കുകയാണെന്ന് ബോധം കിട്ടണമെന്ന് മനസ്സിലായില്ല. എന്റെ ഫോണുണ്ടോ? വീഡിയോ നല്ല ടേസ്റ്റ് ഉള്ള വീഞ്ഞ്. സദാശിവ, സൂപ്പർ വീഞ്ഞ്. ഈ വീഞ്ഞ് നമുക്ക് ക്രിസ്മസിന് കഴിക്കാം. ഒരു വീഡിയോ കാണിച്ചു തരാം. ഞാൻ ഈ പ്രായത്തിലൊന്നും വീഡിയോ ഒന്നും കാണൂല. അതല്ല, സാറിന്റെ വീഡിയോ ആണ്. എന്റെ ഇറങ്ങിയ സാറുണ്ട് ഇതില്. എവിടെ? എടാ, അത് നീയല്ലേ? നീ ഉണ്ടായിരുന്നു. നീ എന്നെ എന്തിനാ തല ചൊറിയണതാ? തലയിൽ എന്തോട്ട് പാട്ടുന്നത്? സാറേ, ഞാൻ സാറിന്റെ തലയിൽ കമ്പിട്ട് അടിച്ചതാണ്. നാട്ടു നടപ്പനുസരിച്ച് തലയിൽ അടി കൊണ്ടാ ഒന്നി ബോധം കെട്ട് വീഴണം, ഇല്ലെങ്കിൽ കരയെങ്കിലും ചെയ്യണം. മക്കളെ, അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. എനിക്ക് ബോധം കിടാനോ മരിക്കാനോ ഇനി പറ്റൂല. അതെന്ത്? വർഷങ്ങൾക്ക് മുമ്പ് ഈ തട്ട് പൊളിഞ്ഞ് തറയെ വീണ് തലപൊട്ടി മരിച്ച ആളാണ് ഞാൻ. അത് പറ. ഇന്നലെ എന്തോ പോയി മറഞ്ഞു, ഇന്നൊരു സ്വപ്നം കൂടെ ചില്ലകളിൽ ചന്ദ്രനിൻ തല പൊങ്ങുന്നു. അയ്യോ സാറേ, അപ്പൊ ഈ സെറ്റപ്പ് ഒക്കെ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ എന്റെ ക്രിസ്മസ് സർപ്രൈസ്. Come on, everybody. ഇത്രയും കാലം നീ ഒരു പ്രാതത്തിന്റെ ഇടയിൽ ജോലി ചെയ്തോണ്ടിരുന്നത്. ഇവൻ വേണമെങ്കിൽ ഇറങ്ങി ഓടിക്കോ. നിക്കവിടെ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ അനുവാദമില്ല. Because I am
born in AD 83. Alfred Wilfred de Cruz Pereira, reloaded. കിറ്റിൽ ഒരു ട്വിസ്റ്റിന് ഇത്രയും കിറ്റിലും ട്വിസ്റ്റ് ഞാൻ ആദ്യമായിട്ടായിരുന്നു. superb, yeah. ഭയങ്കര നൈസ് ആയിരുന്നു കേട്ടോ ആ ട്വിസ്റ്റ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത് കുറച്ചുകൂടെ ഉണ്ടാവും വിചാരിച്ചു അവിടുന്ന്. അപ്പോഴത്തേക്കും ക്ലൈമാക്സ് ആയിക്കോളും. നല്ല ക്ലൈമാക്സ് ആസ് എവറിബഡി സെഡ്. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആയിരുന്നു. നല്ലൊരു സ്റ്റോറീന്റെ വൺ ലൈൻ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. Superb. അടിപൊളി. ഓക്കെ, ഓൾറൈറ്റ്. വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ആരും ശ്രദ്ധിക്കാതെ പോയ ഈ പടത്തിലെ ട്വിസ്റ്റ് എന്നാ എന്താ? അതായത് ഇതില് രഞ്ജിത്ത് ബാബന്റെ ഭാര്യയുടെ നിമിഷയുടെ ക്യാരക്ടറിലെ 2 പേരുണ്ട്. നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ അല്ല അത് വീട്ടിൽ അങ്ങനെ വിളിക്കും ഞാൻ. വിലാസിനിന്നല്ലേ പറഞ്ഞേ? ഇടയ്ക്ക് മത്സരം. ആരും ഈ കഥയിൽ ശ്രദ്ധിക്കാതെ പോയ. പക്ഷേ നിങ്ങൾ വിചാരിക്കും ആ ട്വിസ്റ്റ് ഞാനാണ് കണ്ടുപിടിച്ചതെന്ന്. ഒരിക്കലും നിങ്ങൾ എല്ലാവരും വില കുറച്ച് കാണുന്ന ശ്രീവിദ്യയാണ് അത് കണ്ടുപിടിച്ചത്. ഉണ്ടല്ലോ ഇങ്ങനത്തെ അതായത് അവിടെ എന്റെ ഭാര്യ വത്സലയെ വിളിച്ചോണ്ട് പോകാൻ വന്നാണെന്ന് പറയുമ്പോ ചേട്ടാ 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 വത്സലയാണല്ലോ വിലാസിനി ആയിരുന്നാ. അപ്പൊ നോക്കിയപ്പോഴേ അത് കഴിഞ്ഞ് പോയി. പോട്ട്. ഗുഡ് വൺ, ഗുഡ് വൺ. സാധാരണ അഖിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേഗം നോട്ട് ചെയ്യാ. പക്ഷെ ഇത് ശ്രീവിദ്യ ചെയ്തതിൽ ഞാൻ നോട്ട് ചെയ്ത ക്രെഡിറ്റ് കൊടുത്തതാ. നിങ്ങൾ ആരും ഒന്നും പറയണ്ട. ബാറ്ററി ഇനി പറയാനുള്ള പറഞ്ഞോളൂ. ബാറ്ററിയുടെ നമുക്ക് ചോദിക്കാം. ബാറ്ററി പറഞ്ഞു തരൂ. പണമൊഴുകണ കളി പറന്നിറങ്ങണ ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ 33,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. പൈസ വേണ്ടേ? ഇല്ല, ഇട്ട് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. സമാധാനായി. നമ്മളിവിടെ ആഘോഷിച്ചോണ്ടിരിക്കുമ്പോഴേ ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുവാണ്. സാധാരണ ഈ ഓണം ഒക്കെ അല്ലയോ ക്ലബുകളിൽ ഭയങ്കര ആഘോഷമാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആഘോഷം കണ്ടിട്ട്, അതായത് ക്രിസ്മസ് ആഘോഷിക്കുന്ന കണ്ടിട്ട് ക്ലബുകളും ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങിയടാ. ഈ പറയുന്ന പുറത്തല്ല ആഘോഷിക്കുന്നത്, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലാണ് അവരുടെ ആഘോഷം. റെഡിയാണോ മക്കളെ? നിങ്ങൾ റെഡിയാണോ? എങ്കിൽ കാണാം അവരുടെ ആഘോഷം. ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം ആറ്റിറ്റ്യൂഡ് അശ്വതി. നമ്മുടെ ഗ്രാമത്തില് ഇന്ന് നടക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ക്രിസ്മസ് ആഘോഷമാണ്. പക്ഷെ ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. വെറുതെ പണ്ട് പപ്പ പറഞ്ഞിട്ടുണ്ട് മുള്ളമ്മന്നിയുടെ കാട്ടുമാക്കന്റെ പട വിട്ട് ഇങ്ങനെ കണ്ട് പേടിക്കരുതെന്ന്. രാത്രി കിടന്ന് ഞെട്ടത്തില്ലേ എന്റെ മോള്? അയ്യോ, അത് ഞാൻ വീഡിയോ കണ്ടതല്ല. ഞാൻ വീഡിയോ എടുത്തപ്പോ പപ്പ കയറി വന്നതാ. അത് ശരി. അപ്പോ പപ്പ ഇപ്പൊ മുള്ളമ്മന്തിയും കാട്ടുമാക്കാനൊക്കെ ആയി അല്ലേ? അതിപ്പോ അല്ല, പണ്ട് മുതലേ അങ്ങനെ. അപ്പൊ പപ്പയടുത്ത് നോക്കാൻ ഒരു സ്നേഹം ഇല്ല അല്ലേ? സ്നേഹം ഉണ്ടല്ലോ. ഇല്ല. ഉണ്ടെന്ന്. ഇല്ല. ഉണ്ട് പപ്പ. അങ്ങനെ ഉണ്ടെങ്കിൽ പപ്പ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചോ. 1 കോടി രൂപ വേണോ പപ്പയെ വേണോ എന്ന് ചോദിച്ചാൽ മോൾ എന്താ പറയും? 1 കോടി രൂപ വേണമെന്ന് പറയും. കണ്ടില്ലേ? അപ്പൊ പപ്പ അടുത്ത് നമുക്ക് സ്നേഹം ഇല്ല ഞെട്ടല്ലയോ? അയ്യോ, അത് സ്നേഹമില്ലാത്തോണ്ടല്ല. ആ 1 കോടി രൂപന്ന് ഒരു 500 രൂപയുടെ അര മേടിച്ചു വെച്ചാ പപ്പ ഇങ്ങ എത്തത്തില്ലേ? എത്തത്തില്ല. അതെന്നാ? അത് പൊട്ടിച്ചതിന്റെ മണം വന്നാലല്ലേ പപ്പ പറന്നു വരത്തുള്ളൂ. കുട്ടി അകല് പോലും ചിരിക്കാത്ത പപ്പയുടെ കോമഡി കണ്ടില്ലേ ഗായ്സ്? അയ്യോ. അപ്പം ഗായ്സ് ഇന്ന് എന്താ നടക്കാൻ പോകുന്നേ? അപ്പൊ 7 സ്റ്റാർ ക്ലബിന്റെ ക്രിസ്മസ് പ്രോഗ്രാം ആണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വരണം, നമുക്ക് ഈ പ്രോഗ്രാം അടിച്ചു പൊളിക്കണം. നോക്കല്ലേ? ആരൊക്കെ വരുന്നുണ്ട് കേട്ട? എന്താ താമസിച്ചത്? കുറച്ചു നേരം പ്രതീക്ഷിച്ചല്ലോ. വഴിയിൽ ബ്ലോക്ക് ആയി പോയി സാർ. ആര് ബ്ലോക്ക് ആയി പോയി സാറേ? പിന്നെ സാറേ, സാർ റിട്ടയർഡ് ആയതിനു ശേഷം വലിയ അടിയായി പോയിടും. ആരൊക്കെ ഇത് പറഞ്ഞു കിടക്കുന്നത്? ഉറങ്ങാൻ നേരത്തെ 2 എണ്ണം. അല്ല, ഞങ്ങൾക്ക് വലിയ അടിയായി പോയിന്ന്. അതാ ഞാൻ റിട്ടയർഡ് ആകുമ്പോഴത്തെ നിങ്ങൾ അടിച്ച് കൂമ്പ് പാട്ടരുത്. എന്റെ സാറെ 2 പേർക്ക് അടിച്ചിട്ട് ബസ്സിന്റെ സീറ്റിലിരിക്കാൻ പറ്റുന്നില്ല. അതെന്ത്? പോലീസ് പോക്കുന്നു. അത് മര്യാദകളില്ലയോ? എടാ 2 എണ്ണം അടിച്ചിട്ട് ബസ്സിന്റെ സീറ്റിൽ വലിയ ബഹളവും കാര്യമൊന്നും ഇല്ലാതെ ഇരിക്കാമെന്ന് നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇയാളാ ബസ് ഡ്രൈവറാ. അപ്പൊ നമുക്കിനി അടുത്തതായി നടക്കാൻ പോകുന്നത് നമ്മുടെ 7th ക്ലബിന്റെ ക്രിസ്മസ് ആഘോഷമാണ്. നമ്മുടെ ക്ലബിന്റെ ആൾക്കാരൊക്കെ എത്തിച്ചേരുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതൊന്ന് അടിപൊളി ആക്കണ്ടേ ഗൈസ്? അല്ല മോളെ, ഇത് നമ്മളെ ഈ പ്രോഗ്രാം ഈ ദൂരദർശനത്താണോ കാണിക്കുന്നത്? അതിന്റെ എമ്പളം കിടന്ന് ഓടുന്നുണ്ടല്ലോ. സാറേ, ദൂരദർശന്റെ എമ്പളം അല്ല, സാറിന്റെ മോളുടെ മോന്തയാ.
അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടക്കട്ടെ. അപ്പൊ ജോറായിക്കോട്ടെ. എല്ലാം എടുക്കട്ടെ. അപ്പൊ ഗായ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്നും മിസ്സാക്കരുത്. നമ്മുടെ ക്രിസ്മസിന്റെ വീഡിയോ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും അടിച്ചു പൊളിക്കണം. പിന്നെ ഇച്ചിരി വിയർക്കും. പിന്നെയല്ലേ ഈ പുല്ലെല്ലാം കൂടെ കേട്ടിട്ടാ ഭയങ്കരമായിട്ട് വേർക്കും. വന്ന് കയറി ഒരു 5 ഡയലോഗ് പറഞ്ഞപ്പോ അതുകൊണ്ട് നശിപ്പിച്ചു. ഇല്ലാത്തത് പറയുന്നത് 5 ഡയലോഗ് ഒന്നും പറഞ്ഞില്ല, ഒറ്റ ഒരെണ്ണേ പറഞ്ഞോളൂ. അവന് മീശയും ഇല്ല, ബുദ്ധിയും ഇല്ല. അതെന്താ? അതുപോലും മനസ്സിലായില്ല കിഴങ്ങൻ. അങ്ങോട്ട് മാറുന്നില്ലേ? നിങ്ങൾ 7 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കളിക്കുന്നതിനെക്കാട്ടിയും അടിപൊളിയായിട്ട് ഞങ്ങൾ 11 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഈ ക്രിസ്മസ് ആഘോഷം ഇവിടെ അടിച്ചു പൊളിക്കും. മോലാളി, ഞാൻ കേറ്റി വെച്ചിട്ടുണ്ട്. അതങ്ങ് ഇറക്കി വൈ. എന്നാ എനിക്കൊന്ന് കാണണം. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ല അലയുകയല്ല. 11 നീ 7 വന്നിട്ട് 7 വർഷം. ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയല്ലോ. എടി, നമ്മള് പ്രേമിച്ചു നടക്കുന്ന കാലം എത്ര വാഴയ്ക്കാപ്പം ഞാൻ നിനക്ക് മേടിച്ചു തന്നു. 11th-ലായാലും 7th-ലായാലും ഗോൾ അടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനാളാ ഇപ്പൊ അവളെ ഭർത്താവ്. അയ്യോ, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. വാഴയ്ക്കാപ്പത്തെ കാട്ടി അവക്ക് ഇഷ്ടം ഉണ്ണിയപ്പമാണെന്ന്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ 11th തന്നെ ഇവിടെ പരിപാടി നടത്തും. ഒരു കാര്യം, മോള് വീഡിയോ എടുക്ക മക്കളെ. കമന്റ്സ് പറയാങ്ങോട്ട്. മമ്മി എവിടെ? മമ്മി പറയണക്ക്. മമ്മി എവിടെ? അതങ്ങ് ഈജിപ്തിലല്ലയോ? ഇനി മിണ്ടിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഡമ്മി ആക്കും. പറഞ്ഞു മനസ്സിലായല്ലോ. എവിടെ മോളെ മമ്മി? മമ്മി, ഓ ഒന്നിങ്ങോട്ട് വരാവോ? മോളെ, ഞാനാണ് പപ്പ. ഇത് പപ്പയാണോ മമ്മിയാണോ? ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാവോ? ഞാനാ പപ്പ. അപ്പൊ ഇത്? ഞാനും പപ്പ. എനിക്ക് 2 പപ്പയോ? അവിടെ 2 പപ്പ, ഇവിടെ പപ്പ ഇല്ല. പപ്പയുടെ ഡ്രസ് അല്ലേടാ ഇട്ടേക്കുന്നത്? അതല്ല, എനിക്ക് പപ്പ ഇല്ല. എന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അങ്ങോട്ട് മാറിയില്ലടാ പപ്പ ഇല്ലാത്തവനെ. ഓ ഗായ്സ്, ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. നമ്മുടെ നാട്ടില് 2 ക്ലബ്ബുകളാണുള്ളത്, 7s-ഉം 11s-ഉം. ഈ 2 ക്ലബ്ബുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ തീരാവുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ നാട്ടിലുള്ളത്. തീരുപോയില്ലയോ എന്നാണ് എനിക്കറിയാൻ മേലാത്തത്. നമുക്കിപ്പോ കാണണ്ടേ ആ പ്രശ്നം തീർത്തേ? അയ്യോ, വട്ടൻകുട്ടൻ. അയ്യോ, ഇതെന്താ? പന്തം. ഞാൻ വിചാരിച്ചു ചേട്ടനും അനിയനും വന്നു. ആ മറന്നിരുന്ന വലിയ മരുന്നിരുന്ന കടന്ന കൂടില്ലേ, അത് ഞാൻ കത്തിച്ച്. ആരും ശബ്ദം വെക്കരുത്. കാൽപാദത്തിന്റെ ഒച്ച പോലും കേൾക്കരുത്. ഒച്ച കേട്ട് ഞാൻ കടന്തൽ വരും. ഹാപ്പി ക്രിസ്മസ്. കടന്തലിത് കേട്ടിട്ടില്ല. പിന്നാമ്പറത്തിട്ട് കുത്തിയേ കടന്തല് കേട്ട് ഓടിച്ചോ. ഓടുന്നേ. കടന്തൽ വന്നു കഴിഞ്ഞാൽ നമ്മള് നെഞ്ചു വിരിച്ച് നിൽക്കണം. നെഞ്ചു വിരിക്കുന്നോടെ തട്ടി കുത്തുന്നോടാ. ആരും ബഹളം വെക്കണ്ട. ഒരു കാര്യം ചെയ്യാം. ആരും ഓടണ്ട. വായിവിടെ എല്ലാവരും ചാക്കോ തുണിയാ പുറത്തോട്. ഹെൽമെറ്റ് കയ്യിലുള്ളവർക്ക് രക്ഷപ്പെടാം. ഇതെവിടെ കൊണ്ടുപോകുന്നു? അല്ല, ഹെൽമെറ്റ് കയ്യിലുള്ളവർക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞു. നിന്നെ ഞാൻ എന്തോ ചെയ്യട്ടെ? ദൈവമേ, കരിമൂർക്കം കച്ച് തീരണേ ഇവനങ്ങ്. അയ്യോ, കടത്തല്. ഒരു ചാക്ക് വിടങ്ങാണ്ടുണ്ടായിരുന്നല്ലേ.
പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ ഓളങ്ങൾ തൻ ഏതോ പേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ. എന്റെ ശോഭനയുടെ അതേ സാരി. ശോഭനെ, ഇതേതാ ഈ രണ്ട് കാല്? ശോഭനെ, ചാക്കിന്ന് ഇങ്ങോട്ട് ഇറങ്ങടി. ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ ഞാൻ കുത്തും. ഇറങ്ങടി ഇങ്ങോട്ട്. ചെറുക്കാ നീ പോടാ. ശോഭനെ ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞു. ഇങ്ങോട്ട് ഇറങ്ങി. മലയാളി എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ആരടാ നിനക്ക് ഈ സമയത്ത് ഈ ബുദ്ധി പറഞ്ഞു തന്നു? എടാ 4 മാസം ഞാൻ കാലൊടിഞ്ഞ് വീട്ടിൽ കിടന്നപ്പോ നീ ഒന്ന് തിരിഞ്ഞു നോക്കിയോടാ. നാട്ടുകാര് മൊത്തവും എന്നെ വളഞ്ഞിട്ടടിച്ചപ്പം നിനക്ക് ഈ ബുദ്ധി വന്നില്ലല്ലേ? ഇല്ല. ഇപ്പൊ ആരടാ മരക്കഴുത ഈ ബുദ്ധി പറഞ്ഞു തന്നത്? ദൈവം തമ്പുരാൻ തോന്നിച്ചാ മലയാളി. ദൈവം തമ്പുരാൻ, നിന്നെ കുത്തിക്കൊല്ലണ്ട സമയം കഴിഞ്ഞ്. അങ്ങനെ ചെയ്യല്ലേ. കാൽപാദം കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ പഴയ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ഒരു പ്രായപൂർത്തിയായ കുട്ടിയുടെ അമ്മയാണെന്ന് ഓർക്കണം. പറയാനുള്ളത് പറഞ്ഞിട്ടും നാണക്കേട് മറച്ചു വെക്കാതെ. എന്നാലും ഞാൻ പറഞ്ഞേക്കാം, നീ വലിയ ബുദ്ധിമതിയാകണ്ട. ഞാൻ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് പാറാവുകാരി പെണ്ണുങ്ങൾ 15 പേരെ ഞാൻ ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. പാസ്പോർട്ട് സഹിതം ഇല്ലാത്തവർക്ക് ഞാൻ എടുത്തു കൊടുത്താണ് കറങ്ങാൻ പോയത്. എന്നാ വിചാരിക്കും അത് റിട്ടയർഡ് ആവുന്നതിന് മുമ്പാണല്ലോ. തെറ്റി. ഈ റിട്ടയർഡ് സമയത്തുള്ളത് കേട്ടു നോക്കൂ. വേലയ്ക്ക് നിന്ന് നമ്മളെ ജാനമ്മ, അവളമ്മ, അവളെ കുഞ്ഞമ്മ, അവളെ ചിറ്റപ്പൻ, അവരുമായിട്ടൊക്കെ നമ്മൾ ബന്ധം കൂടി ഒരു വിധത്തിലും നമ്മൾ പറഞ്ഞു വന്നപ്പോഴത്തേന് ഈ ജാനമ്മ എന്നിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചപ്പോൾ തന്നെ നീ വിചാരിക്കണം, ജാനമ്മയും ഞാനുമായിട്ടുള്ള പല പല ഫോട്ടോകളും നമ്മളുടെ ക്യാമറയും എല്ലാം കൂടെ ഞാൻ മേശക്കടിയിൽ നേരെ പൂഴ്ത്തി വെച്ചപ്പോണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ജാനമ്മയാളോട്ടൽ കാൽ അവിടെ ഊരി വെച്ച് ഇവിടെ എത്തി. അതായത് കടന്തലിന്റെ അമ്മേ, ഭൂമി വളർന്നത് ആ പോട്ട് പോണേ. റാണീച്ച ഉണ്ടെങ്കിൽ കൊത്തി എന്നെ മണ്ടേ കൊണ്ടുവച്ച് രക്തം കുടിക്കൂ. അസ്ഥി പോലും ഇതിനെ കൊടുക്കല്ലേ. രക്ഷിക്കണേ! അയ്യോ അയ്യോ അയ്യോ! ചുമ്മാ വീട് കളിക്കുന്നു. വീണ് ചാവത്തേ ഉള്ളേ. അപ്പൊ ഗായ്സ്, നാളെ മുതൽ ഈ നാട്ടിൽ 7s ഇല്ല 11s ഇല്ല, മുഴുവൻ സമത്വമായിരിക്കും. മനസ്സിലായില്ല. നാളെ എല്ലാവരുടെ മുഖം ഒരേപോലെ ഇരിക്കും. എന്നെ നീ കാത്തല്ലോ ഏറ്റങ്ങളേശാതെ തെയ്തെ എന്നതും പാഴായി തേകുന്നു ദൈവമേ തെയ്തെ ഹിന്ദുവെന്നുള്ള നാടേറിയ സർപ്പങ്ങൾ തെയ്തെ എന്നിവ എന്നിയെ ഏറ്റമാം ജന്തുക്കൾ തെയ്തെ നാടെല്ലാം കാടല്ലോ നായനെ എന്നെ നീ തെയ്തെ നന്നായി കൈവിട്ടോ നാടിട്ടേ ചാഴത്തിൽ തെയ്തെ മണ്ണിലെ മണ്ണുപോൽ മാറ്റമില്ലിങ്ങുമേ തെയ്തെ മറ്റെല്ലാ നാടോടെ മാർഗങ്ങൾ ഇന്നില്ല തെയ്തെ മാറാനേ പോലെന്നെ മായോനെ കൽപ്പിച്ചോ തെയ്തെ മാറ്റവൻ കൂറ്റനായി മാലോഴി താകൃതീതത്താതി മൃതത്തെ ആനന്ദം വരുമാറു മാലാഘമാർത്തി തെയ്താരാകാശ നീ നിങ്ങു ലോകം ചേർന്നു തെയ്തി തെയ്തകതയത്തെ ആചാര ജഡര മടക്കും പോലെ തെയ്താരാകയ
കൂടിപ്പോതിയുന്നിപ്പോൾ തേതി തേതകതയത്തെ അതുപോഴുതണ്ണൻ്റെ മുൻപിൽ ചെന്ന് തരാധാര നിന്നവർ കൈകൾ കൂപ്പി തേതി തേതകതയത്തെ കീർത്തിച്ചു വഴി പോലറിയിച്ചതേ തെതാര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് തേതകതയത്തെ ആ പെട്ടോരു മൂനിവരൻ തന്നെ കണ്ട് തെതാര കാക്കൽ വീണഴുതു പീഴയും ചൊല്ലി തേതകതയത്തെ ഹായ് ഡോക്ടേഴ്സ് ഭാവിയിലെ ഡോക്ടേഴ്സ് എന്താല്ലേ പെർഫോമൻസ് കിടിലമായിരുന്നു ഒന്നും പറയാനില്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ശരിക്കും ക്രിസ്മസിന്റെ വൈബ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഞാൻ ഓരോ എപ്പിസോഡും പറയുന്നുണ്ട് പക്ഷെ ഓരോ എപ്പിസോഡും പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും ഓരോരോ എന്റർടൈൻമെന്റും ആയിട്ടാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പം അങ്ങോട്ടേക്ക് ക്രിസ്മസിന്റെ ആ ഒരു വൈബിലേക്ക് നിങ്ങൾക്കും ഷോകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ അതെ 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 എങ്ങനെയാ നോർമലി നിങ്ങൾ എങ്ങനെയാ ഈ ഷോസിനൊക്കെ പോകുമ്പോ ഒരുപാട് സ്റ്റേജുകൾ ഉണ്ടാവും ഒരു എണ്ണം മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ എങ്ങനെയായിരിക്കും അത് ഞങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഷോയില് മത്സരങ്ങളിൽ കളിക്കാറുണ്ട് പക്ഷെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള ഒരു ക്രിസ്മസ് അടിപൊളിയാണ് നമുക്ക് ഫസ്റ്റ് ടൈം ഒരു എക്സ്പോഷർ ആണ് ഇങ്ങനത്തെ ഒരു വേദി എന്ന് പറയുന്നത് അപ്പോ ഭയങ്കര സന്തോഷമാണ് കറക്റ്റ് ആൾക്കാരുടെ അടുത്താണ് വന്നേക്കുന്നത് ഞങ്ങളുടെ കൂടെയൊക്കെയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ പെർഫോം ചെയ്തത് ഇത് നിങ്ങൾക്ക് ഇനി വേറെ കിട്ടാനില്ല ഓൾറൈറ്റ് അപ്പൊ എന്തായാലും വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ വിശ്വസൊക്കെ അറിയിക്കണം സ്റ്റാറൊക്കെ കെട്ടി തൂക്കി ഇനി ഉണ്ണീഷിനെയൊക്കെ വെച്ച് ക്രിസ്മസ് അങ്ങ് അടിച്ചു പൊളിക്കാനുള്ള ഒരു സെറ്റപ്പിൽ നിങ്ങൾ നിൽക്കാന്നുള്ള അറിയാം അപ്പൊ ഇതൊക്കെ പറഞ്ഞു വരുമ്പോ നാളത്തെ എപ്പിസോഡ് നമുക്കൊരു പ്രത്യേകതയുണ്ട് നാളെയാണ് നമ്മൾ കാത്തിരുന്ന മുഹൂർത്തം അതായത് ഇതിനു മുമ്പ് നമ്മളൊരു എപ്പിസോഡിൽ എല്ലാവർക്കും ഓരോ സീക്രട്ട് സാൻഡുകളെ കിട്ടി ഇനി ആ ഗിഫ്റ്റ് ആർക്കൊക്കെ എപ്പോഴൊക്കെ ലഭിക്കും എന്നുള്ളത് നാളെ നമ്മൾ അറിയുള്ളൂ അപ്പൊ പ്രേക്ഷകര് നാളെയാണ് എന്റെ സീക്രട്ട് സാൻഡ് ആരാണെങ്കിലും എനിക്ക് അടിപൊളി ഗിഫ്റ്റ് കിട്ടണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ അടുത്ത ദിവസം കാണാം അതായത് നാളെ കാണാം.